കേരള സർ 100% ലിറ്ററസി സർ. സോഷ്യൽ മീഡിയയിൽ ഈയൊരു ഡയലോഗ് കേൾക്കാത്തവർ കുറവായിരിക്കും. യൂട്യൂബ് ഷോക്കിടെ കൊമേഡിയൻ ജസ്പ്രീത് സിംഗ് മലയാളികളെ ചെറുതായി ഒന്ന് കളിയാക്കിയതാണ്. സംഗതി സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ മലയാളികളുടെ സാക്ഷരത ജസ്പ്രീതിന് നന്നായി മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യാസ് ഗോട്ട് ലേറ്റഡ് എന്ന വിവാദ ഷോയിലാണ് ജസ്പ്രീതിന്റെ ഈ പരാമർശമുണ്ടായത്. ഷോക്കിടെ ജഡ്ജിമാരിൽ ഒരാളായ സമന്യ റെയ്ന കേരളത്തിലെ ഒരു മത്സരാർത്ഥിയോട് അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ഇതിന് മറുപടിയായി താൻ രാഷ്ട്രീയം ശ്രദ്ധിക്കാറില്ലെന്നും ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലെന്നും അവർ പറയുന്നു. ഇതോടെയാണ് ജസ്പ്രീത് കേരള സർ 100% ലിറ്ററസി സർ എന്ന പരാമർശം നടത്തുന്നത്. ഇതിന് മറുപടിയുമായാണ് മലയാളികൾ എത്തിയത്. അതെ, ഞങ്ങൾക്ക് 100% സാക്ഷരതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ബീഫ് കഴിക്കുന്നു. ഞങ്ങൾക്ക് 100% സാക്ഷരതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചിന്താപൂർവം വോട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് 100% സാക്ഷരതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള മികച്ച ചിത്രങ്ങൾ ഇറക്കുന്നു തുടങ്ങി റിയാക്ഷൻ വീഡിയോകളായും കമന്റുകളായും മറുപടികൾ നിറഞ്ഞു. ചിലർ പഞ്ചാബിനെയും കേരളത്തെയും താരതമ്യം ചെയ്തും വീഡിയോകൾ പങ്കുവച്ചു. കേരളത്തിന്റെ സാക്ഷരത 100% ആണെങ്കിൽ പഞ്ചാബിന്റെ സാക്ഷരത 70% തുടങ്ങി നീണ്ടുപോകുന്നു താരതമ്യങ്ങൾ. മലയാളികളെ ചെറുതായൊന്ന് ചൊറിഞ്ഞതേയുള്ളൂ. അതിന് കൃത്യമായ മറുപടി ജസ്പ്രീതിന്റെ ഓരോ പോസ്റ്റിന് താഴെയും ഇപ്പൊ കിട്ടുന്നുണ്ട്. ജസ്പ്രീതിന്റെ പരാമർശം മാത്രമല്ല, പരിപാടിക്കിടെ ഒരു മത്സരാർത്ഥിയോട് വിധികർത്താക്കളിൽ ഒരാളായ രൺവീർ അലാബാദിയെ ചോദിച്ച ചോദ്യവും വിവാദമായിരുന്നു. ഇനിയുള്ള ജീവിതം നിങ്ങൾ മാതാപിതാക്കളുടെ ലൈംഗിക രംഗത്തെ ദിവസേന നോക്കി നിൽക്കുമോ, അതോ അവർക്കൊപ്പം ചേർന്ന് എന്നേക്കുമായി ആ പരിപാടി അവസാനിപ്പിക്കുമോ എന്നാണ് രൺവീർ മത്സരാർത്ഥിയോട് ചോദിച്ചത്. പിന്നാലെ നിരവധി പേർ രൺവീറിനെതിരെ പരാതിയുമായി എത്തി. ഇതോടെ പരാമർശം നടത്തിയതിൽ രൺവീർ ക്ഷമ ചോദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും രൺവീറിന്റെ പരാമർശത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെന്നും നമ്മുടെ സംസാര സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിധി ലംഘിക്കുന്നത് തടയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയിപ്പോ ക്ഷമാപണം കൊണ്ടൊന്നും കാര്യമുണ്ടാകില്ല. ദേശീയ വനിതാ കമ്മീഷൻ അടക്കം വിഷയത്തിൽ ഇടപെട്ടു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പരിപാടി യൂട്യൂബിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ട്.